ഹലോ ഫ്രണ്ട്സ്, ടെറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. സെർസമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ചൈന പീസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ ഇട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ എടുക്കാം. എന്തായാലും ഈ പടത്തിൻ്റെ ടീച്ചർ നാളെ 4/6 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സു ഫ്രം സോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 തീയതി പടം റിലീസാകാൻ പോകുന്നത്. ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഷിബിൻ ഫ്രാൻസിസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷു കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ എന്താ 7 നാട്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ രാധിയെ എന്ന് പറഞ്ഞിട്ടുള്ള റിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിളാണ്. പിന്നെ മിഷ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു. പിന്നെ FR ഫിലിംസിൻ്റെ പ്രസൻസിൽ ഫെയർബേ ഫിലിംസിന്റെ പ്രൊഡക്ഷൻ നമ്പർ 1 ആയിട്ട് വരുന്ന പടം കഠിന കണ്ടോരുമി അണ്ടകടഹം എന്ന് പറഞ്ഞിട്ടുള്ള മേക്കേഴ്സിന്റെ അടുത്ത പടമാണ്. എന്തായാലും ഈ പടത്തിൽ വിജയരാഘവനും ലുക്മാൻ അവറാനും ധ്യാൻ ശ്രീനിവാസനാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. ഗോവിന്ദ് വാസിന്റെ മ്യൂസിക് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 6 മണിക്കൂർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പുതുപ്പേട്ട എന്ന് പറഞ്ഞ പടത്തിന്റെ 4K വെർഷൻ റിലീസിന് വരുന്നുണ്ട് ജൂലൈ 26 തീയതി. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പിന്നെ ശക്തി തിരുമകൻ എന്ന് പറഞ്ഞിട്ടുള്ള വിജയന്റെ അടുത്ത റിലീസിനെത്താൻ പടം സെപ്റ്റംബർ 5 തീയതിയാണ് റിലീസിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അതിലത്തെ മാരുതം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്നലെ 11 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ടുണ്ട്. പിന്നെ ജിൽ 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 എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പാട്ട് ഇന്നലെ 6 മണിക്കൂർ എന്ന് പറഞ്ഞായിരുന്നു, അതും വന്നിട്ടുണ്ട്. പിന്നെ തലവൻ എന്ന് പറഞ്ഞിടത്തിൻ്റെ കേരളത്തിലത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ കാണിക്കാം. ഇവിടെ റിലീസിന് എത്തിക്കുന്ന HM അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ്. എന്ന് വെച്ചാൽ കൂലി എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പറയുന്നതായിരുന്നു. പിന്നെ 1000-ലും കൂടുതൽ സ്ക്രീൻസിലാണ് വേൾഡ് വൈഡ് ആയിട്ട് പടം റിലീസാവുന്നത്. പിന്നെ കുട്രം പുതിയത് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സൈഗമ എന്നുള്ള അറിയിച്ചു. പിന്നെ മാരിസ് എന്ന് പറഞ്ഞിടത്തിന്റെ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡൈസ് സിറ എന്ന് പറഞ്ഞിടത്തിന്റെ ഡബിങ് തുടങ്ങിയെന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിടത്തിന്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിൽ വിജയ് ദേവരകൊണ്ട ഒരു ലുക്ക് കുറച്ച് മുന്നേ തന്നെ നമ്മൾ കാണിച്ചതാണ്. പുതിയ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ട്രെയിലർ ലോഞ്ച് വേണ്ടി നാളെ നടക്കാൻ പോകുന്നത് നെഹ്റു മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തിരുപ്പതിയിലുള്ള. എന്തായാലും വരട്ടെ ട്രെയിലർ. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടം OTT റിലീസായിരുന്നു സോണി ലിവിലൂടെ. എന്തായാലും പടം ഞാൻ കണ്ടു. പടം ഒരു വെബ് ആവറേജ് പടമായിട്ടാണ് തോന്നി. 10-ൽ 7 ആയിട്ട് കൊടുക്കും റേറ്റിംഗ്. കുറച്ചുകൂടി നന്നാക്കായിരുന്നു തോന്നിക്ക്. പിന്നെ മോഹൻലാലിനെ വെച്ചിട്ട് പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഒരു പടം എടുക്കുന്നുണ്ടെന്നുള്ള കേട്ടായിരുന്നു. അത് അടുത്ത വർഷമായിരിക്കും ഇതിന്റെ ഷൂട്ടും ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ ഇന്ന് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 10/8-നാണ് പടത്തിന്റെ ട്രെയിലർ വരുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ടാവും. പിന്നെ പടത്തിന്റെ ട്രെയിലർ കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ എടുക്കാം. ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ സ്ഥലത്തെ തിയേറ്റേഴ്സാണ്. എന്തായാലും ഇത് 9 മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞാൽ ഷാരൂഖ് ഖാന്റെ ക്യാമിയോ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷെ പടത്തിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടാവും. അത് അൽഫ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പേരുടെ YR സ്പൈ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന പടത്തിന്റെ ഒരു ഗ്ലിംസ് ആയ സംഭവമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ആലിയ ഭട്ടും ഷർവാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂടിയിട്ടാണ് പടത്തിൽ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. ആ പടത്തിന്റെ ഗ്ലിംസ് ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞ പടത്തിന്റെ മ്യൂസിക് ചെയ്യുന്ന ആരാന്നുള്ള അറിഞ്ഞിട്ടുണ്ടല്ല. അപ്പൊ എന്തായാലും രവി ബസ്രൂരാന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായിട്ട മാർക്കോ കേസും മലയാളത്തിൽ ഈ പടത്തിലാണ് വരുന്നത് തോന്നുന്നുണ്ട്. പിന്നെ ബദ്ലഹം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഗിരിശ്ശേരി അടുത്തായിട്ട് എടുക്കുന്ന പടമാണ് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ. എന്തായാലും നീം പോളിയും മമിത വൈജാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. ഈ പടത്തിൽ വേറൊരു മെയിൻ കഥാപാത്രമായിട്ട് സംഗീത് പ്രതാപ് വരും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ആൾക്ക് കുറെ റോൾസ് ഒക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് കിഡിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ലോകേഷ് രാജിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിലൊരു ചോദ്യം ചോദിച്ചപ്പോൾ ലോകേഷ് രാജ് പറഞ്ഞ ഒരു കാര്യമാണ് സംഭവം എന്ന് വെച്ചാൽ പടത്തിൽ ലേഡി ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏജന്റ് ടീനനെ ഓടുന്നു അതേമാതിരത്തെ ക്യാരക്ടേഴ്സ് ഇനി വരും എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആള് അതിന് ഉള്ള കാര്യങ്ങൾ എഴുതുന്നുണ്ട്. 2-3 ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ വരാണ്ട് അത് കൈതി 2 അപ്ഡേറ്റിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന കൂലി എന്ന് പറഞ്ഞതിന്റെ പോസ്റ്റർ റീഡിസൈൻ ചെയ്ത രീതിയിലുള്ള സംഭവമാണ് ദില്ലിയുടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.